ചാംസിന്റെ ചേഞ്ച് മേക്കിംഗ് പരമ്പരയിലേക്ക് സ്വാഗതം. പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഇടയിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ ദൗത്യത്തിന്റെ ഭാഗമായി ടിങ്കറിംഗ്, പ്രശ്നപരിഹാരം, നവീകരണം, സംരംഭകത്വം, ചേഞ്ച് മേക്കിംഗ്, മറ്റ് വിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിരവധി മൈക്രോ ലേണിംഗ് മൊഡ്യൂളുകൾ ടിങ്കർ ചാംസ് പുറത്തിറക്കുന്നു. ഈ 10 ഭാഗങ്ങളുള്ള വീഡിയോ പരമ്പരയിൽ ചേഞ്ച് മേക്കിംഗിന്റെ അവശ്യകാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ഒരു ചേഞ്ച് മേക്കർ ആകാമെന്നും മനസ്സിലാക്കാൻ ടിങ്കർ ചാംസ് നിങ്ങളെ സഹായിക്കും. ഓരോ വീഡിയോയും ഏകദേശം 5 മുതൽ 10 മിനിറ്റ് വരെ ദൈർഘ്യമുള്ളതാണ്. കൂടാതെ നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു ചേഞ്ച് മേക്കിംഗ് ആക്ടിവിറ്റിയും ഉൾപ്പെടുന്നു. കൂടുതൽ ആലോചനകളില്ലാതെ രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ള 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന മാറ്റത്തിന് കാരണക്കാരിയുമായ ടിങ്കർ ചാമ്പ് ആവണി ശർമ്മയുടെ എപ്പിസോഡ് 5 നിന്ന് നമുക്ക് ആരംഭിക്കാം. മാറ്റങ്ങൾക്കായി പ്രയത്നിക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുന്നത് എന്തൊരു എക്സൈറ്റ്മെന്റ് ആണല്ലേ! ആ ഒരു എനർജി, ആ പ്രതീക്ഷ. പക്ഷെ ശരിക്കുള്ള ചലഞ്ച് തുടങ്ങുന്നത് അവിടെയല്ല, അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ്. യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത് അവിടെയാണ്. അപ്പോ ആ ഒരു യാത്രയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലേ. തുടങ്ങാൻ നമുക്കെല്ലാവർക്കും ഭയങ്കര ആവേശമായിരിക്കും. എന്നാൽ ആ തുടക്കത്തിലെ ആവേശം പതിയെ മാഞ്ഞു പോകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നില്ലേ, അവിടെയാണ് യഥാർത്ഥ ഹീറോസ് ഉണ്ടാകുന്നത്. ഈ യാത്രയില് സ്ഥിരോത്സാഹമാണ് നമ്മുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ. മാറ്റം വരുത്തുക എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ഓട്ടമൊന്നുമല്ല, അതൊരു മാരത്തോനാണ്. ആദ്യത്തെ ആവേശമൊക്കെ കഴിഞ്ഞ് കാര്യങ്ങൾ കുറച്ചൊന്ന് സ്ലോ ആകുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ ക്ഷീണം തോന്നാം, അല്ലെങ്കിൽ വഴിമുട്ടിപ്പോയെന്ന് തോന്നാം. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും നോർമലാണ്. നിങ്ങൾ ശരിക്കും പ്രധാനപ്പെട്ട എന്തോ ഒന്നാണ് ചെയ്യുന്നതെന്നതിന്റെ സൂചന കൂടിയാണത്. ഈ ചോദ്യം, ഇതൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നറിയുക. വിജയിച്ച ഏതൊരാളും അവരുടെ യാത്രയിൽ എപ്പോഴെങ്കിലും ഈ ചോദ്യം സ്വയം ചോദിച്ചിട്ടുണ്ടാകും. ഇത് പരാജയത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഓക്കെ, അപ്പോ എല്ലാ കണ്ടുപിടുത്തക്കാരും നേരിടുന്ന 2 പ്രധാന വില്ലന്മാരിലേക്ക് കടക്കാം. 1 തളർച്ച, 2 സംശയം. ഇവ രണ്ടും പരാജയത്തിന്റെ സൂചനകളല്ല, മറിച്ച് നമുക്ക് മറികടക്കാൻ പറ്റുന്ന തടസ്സങ്ങൾ മാത്രമാണ്. ആദ്യത്തേത് ബേൺ ഔട്ട് അല്ലെങ്കിൽ തളർച്ച. വിശ്രമിക്കേണ്ട സമയത്തും പ്രോജക്റ്റിനായി ഉറക്കമിളക്കുക, എല്ലാ അവസരങ്ങളോടും യെസ് പറയുക, സ്വയം ശ്രദ്ധിക്കാൻ മറന്നുപോകുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി മുഴുവൻ തീർന്നുപോകുന്ന ഒരവസ്ഥയാണിത്. ഇത് നിങ്ങൾ വീക്കാണെന്നതിന്റെ സൂചനയല്ല, മറിച്ച് നിർത്തിപ്പോകേണ്ട സമയമായി എന്നല്ല, ഒന്ന് നിർത്തി വിശ്രമിക്കൂ എന്നൊരു സിഗ്നൽ മാത്രമാണ്. വളരെ സിമ്പിളായൊരു കാര്യമാണിത്. ഒഴിഞ്ഞ കപ്പിൽ നിന്ന് നമുക്ക് വെള്ളം പകരാൻ പറ്റില്ലല്ലോ, അതുപോലെയാണ് ഇതും. സ്വയം പരിചരണം ഒരു ലക്ഷ്വറി അല്ല, അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഉള്ളിലെ ലോകം തകർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുറത്ത് നല്ലൊരു ലോകം ഉണ്ടാക്കാൻ നമുക്കെങ്ങനെ കഴിയും? ഒരു നിമിഷം സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ എന്റെ സ്വപ്നങ്ങളെയും എന്റെ ആരോഗ്യത്തെയും ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ടോ? എന്റെ ആഗ്രഹങ്ങളെയും എന്റെ മനസ്സമാധാനത്തെയും ഞാൻ ബാലൻസ് ചെയ്യുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ സാരമില്ല, മാറ്റങ്ങൾ വരുത്താൻ ഇനിയും സമയമുണ്ട്. അടുത്തതാണ് സംശയം. വളരെ സൂത്രശാലിയായ ഒരു ശത്രുവാണിത്. മറ്റുള്ളവർ എന്നേക്കാൾ നന്നായി ചെയ്യുന്നു, എനിക്കത്ര കഴിവില്ല എന്നൊക്കെ അത് നമ്മുടെ ചെവിയിൽ വന്ന് പറയും. പക്ഷെ ഒരു രഹസ്യം പറയട്ടെ, നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ കണ്ടുപിടുത്തക്കാരും, എല്ലാ വിജയിച്ച മനുഷ്യരും ഈ ചിന്തകളെ നേരിട്ടിട്ടുണ്ട്. അവർ ആ സംശയങ്ങളെ ജയിക്കാൻ അനുവദിച്ചില്ല എന്നതാണ് വ്യത്യാസം. അപ്പോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു, ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാമല്ലേ? ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ എങ്ങനെ നമ്മുടെ സമയവും ഊർജവും ശരിയായി കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം. ബാലൻസ് എന്ന് കേൾക്കുമ്പോഴേ പലരും വിചാരിക്കുന്നത് എല്ലാം ഒരുപോലെ പെർഫെക്റ്റായി ചെയ്യണമെന്നാണ്. പക്ഷെ അതല്ല സത്യം. ചില ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രോജക്റ്റിനായിരിക്കും മുൻഗണന കൊടുക്കേണ്ടത്, മറ്റു ചിലപ്പോൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തിനായിരിക്കും, ചില ആഴ്ചകളിൽ പഠനത്തിനായിരിക്കും. അത് തികച്ചും ഒക്കെയാണ്. ഒരു മാറ്റം വരുത്തുന്നയാളുടെ ജീവിതം എന്ന് പറയുന്നത് ആ പ്രോജക്റ്റിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അതിന് പല ഭാഗങ്ങളുണ്ട്. നമ്മുടെ പ്രോജക്റ്റ്, പിന്നെ പഠനം, വിശ്രമം, നമ്മുടെ ചുറ്റുമുള്ള സുഹൃത്തുക്കളും കുടുംബവും, പിന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ സ്വയം. ഇവയ്ക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് എല്ലാം നേടുന്ന ഒരു ജീനിയസ് സിനിമയിലൊക്കെ കാണാൻ കൊള്ളാം, പക്ഷെ ജീവിതത്തിൽ അങ്ങനെയല്ല. അതൊരു മിഥ്യാധാരണ മാത്രമാണ്. യാഥാർത്ഥ്യം എന്തെന്നാൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വേഗത്തിൽ വളരുന്നത്.
സഹായം ചോദിക്കുന്നതിലും ഒരു ടീം ഉണ്ടാക്കുന്നതിലും ഒരു മടിയും വിചാരിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉള്ളിലെ ആ തീ കെടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. പുറത്തുനിന്നുള്ള വിജയങ്ങളെ മാത്രം ആശ്രയിക്കാതെ ഉള്ളിൽ നിന്ന് തന്നെ മോട്ടിവേഷൻ കണ്ടെത്താനുള്ള വഴികൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ഇത് നമ്മളെ സഹായിക്കും. മോട്ടിവേഷൻ നിലനിർത്താൻ 3 സിമ്പിൾ വഴികളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ എന്തിന് എന്നതിലേക്ക് തിരികെ പോകുക. നിങ്ങൾ എന്തിനാണിത് തുടങ്ങിയതെന്ന് ഓർക്കുക. രണ്ടാമതായി, ഓരോ ചെറിയ വിജയവും ആഘോഷിക്കുക. അതെത്ര ചെറുതാണെങ്കിലും വേണ്ടില്ല. മൂന്നാമതായി, പരാജയങ്ങളെ എൻഡിംഗ് ആയി കാണരുത്, വളരാനുള്ള പാഠങ്ങളായി കാണുക. ഈ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വെക്കണം. എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുമ്പോൾ ഇത് കഥയുടെ അവസാനമല്ല, ഒരു പുതിയ വഴിതിരിവ് മാത്രമാണെന്ന് സ്വയം പറയുക. പരാജയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കണ്ടുപിടുത്തങ്ങളുടെ ഭാഗം തന്നെയാണ്. നമ്മളെല്ലാവർക്കും ഒരു ആന്തരിക നങ്കൂരമുണ്ടാകും. അതായത്, കൊടുങ്കാറ്റടിക്കുമ്പോൾ കപ്പലിനെ പിടിച്ചു നിർത്തുന്ന നങ്കൂരം പോലെ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ നിലത്തുറപ്പിച്ചു നിർത്തുന്ന ഒന്ന്. അത് ചിലപ്പോൾ നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളിലുള്ള വിശ്വാസമാകാം. നിങ്ങളുടേതെന്താണെന്ന് കണ്ടെത്തുക. ഇനി നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നമ്മുടെ വഴിയിൽ വ്യക്തതയും ശക്തിയും നിലനിർത്താൻ ഇത് നമ്മളെ സഹായിക്കും. ഇതൊന്ന് ചെയ്തു നോക്കിയാലോ? ഒരു പേപ്പർ എടുത്ത് അതിന്റെ നടുവില് നിങ്ങളെ തന്നെ വരയ്ക്കുക. അതിനു ചുറ്റും നിങ്ങളുടെ പ്രവർത്തനം സ്വാധീനിക്കുന്ന ആളുകളെയും സമൂഹങ്ങളെയും അടയാളപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ ചെറിയ പ്രവൃത്തിയും എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലയോലികൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കൂ. ചിലപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ലായിരിക്കും, എന്നാലും നമ്മൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത്. ഓരോരുത്തരുടെ യാത്രയും ഓരോന്നാണ്. നിങ്ങളുടെ യാത്ര നിങ്ങളുടേത് മാത്രമാണ്. നിങ്ങൾ പിന്നിലല്ല, നിങ്ങൾ വൈകിയിട്ടുമില്ല. നിങ്ങളായിരിക്കേണ്ട ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് തന്നെയാണ് നിങ്ങളുള്ളത്. നിങ്ങളുടെ കഥ അവസാനിച്ചിട്ടില്ല. ഓരോ ദിവസവും ഒരു പുതിയ പേജാണ്. ഓരോ വെല്ലുവിളിയും ഒരു പുതിയ അധ്യായമാണ്. അപ്പോൾ നിങ്ങളുടെ കഥയിലെ അടുത്ത അധ്യായം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ അടുത്ത ചുവടുവെപ്പിന് എന്റെ എല്ലാ ആശംസകളും.